അമ്മാവനെന്താ വിളിപ്പിച്ചത്? പറയാം, നീതിക്ക്. അതിന് ഗിരി എന്തെങ്കിലും അച്ഛൻ്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ടോ? ശത്രു, അവനറിയാം അവന്റെ സ്ഥാനം എവിടെയാണെന്ന്. ഞാൻ നിന്നെ വിളിപ്പിച്ചെന്റെ കാര്യം പറയാം. ഭഗവതി ഇത്തവണയും കരിനീലിക്കുളത്തിൽ പോയി നീരാടിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉത്സവം അങ്ങോട്ട് പൂർണ്ണമായെന്ന് പറയാനും പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യണം. ആ കളത്തിങ്കൽ തിരുമേനിയെ കണ്ട് നീരാട്ട് നടക്കാത്തതിൽ എന്തെങ്കിലും ദോഷമുണ്ടോന്ന് അറിയണം. ഉണ്ടെങ്കില് അതിനെന്താ പരിഹാരം എന്ന് നീ എന്നൊന്ന് അറിയിക്ക. എടാ മോനെ, എത്ര രൂപ ചെലവായാലും ഞാനത് ചെയ്തോളാം. ഞാൻ തിരുമേനെ കാണാമാവാ. ഗിരി, നീ വാ, ചായ കുടിക്കാം. ചെല്ല്. അച്ഛാ, ഞാൻ ഇറങ്ങുവാ. നീ ഒന്നേ, നിന്നോട് ആരാടി ഐ ലവ് യു എന്ന് പറഞ്ഞു? ഇന്നത്തോടെ അവന്റെ സൂക്കേട് ഞാൻ മാറ്റും. നിനക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ടെന്ന് അവനൊന്ന് അറിഞ്ഞോട്ടെ. ഞാൻ ആളിനെ കാണിച്ചു തരാം, പക്ഷേ ഏട്ടൻ വഴക്കിനൊന്നും പോവരുത്. നിന്നോട് ആളെ കാണിക്കാനാ പറഞ്ഞ? നീ എന്തിനാടാ എന്റെ അനിയത്തിയോട് ഐ ലവ് യു എന്ന് പറഞ്ഞത്? എന്താണ് നീ മിണ്ടാതെ നിൽക്കുന്നത്? നിന്റെ നാവിറങ്ങിപ്പോയോ? ഇനി മേലാൽ എന്റെ അനിയത്തിയോട് മോശമായിട്ട് സംസാരിച്ച പിന്നെ ഇങ്ങനെ ആയിരിക്കില്ല എന്റെ പെരുമാറ്റം. മോനെ ചക്രക്കുട്ട, മോൻ മാതാപിതാ ഗുരു ദൈവം എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർക്കേ ദൈവത്തിന്റെ സ്ഥാനമാ. അവരോട് പ്രേമമാണ്, ഐ ലവ് യു അങ്ങനൊന്നും പറയാൻ പാടില്ല. ചീത്ത കുട്ടികളാ അങ്ങനെയൊക്കെ പറയുന്നു കേട്ടോ. ശരി, മോൻ നല്ല കുട്ടിയായിട്ട് പോയിരുന്നു പഠിച്ചോ. ശരി. ശരി. ഓ, ഈ പട്ടിക്കാട്ടിൽ ഇത്രയധികം അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി എടുത്തു വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? വല്ല ഓണോ വിഷുവോ സംക്രാന്തി വരുമ്പോഴാണ് ഈ വക സാധനങ്ങളുടെ വിറ്റ് പോണത്. ഇത് ഇതിനകത്തിരുന്ന് പൂത്തു പോണേക്കാളും നല്ലത് എന്റെ വയറ്റിൽ പോണത് തന്നെ. എന്റെ അമ്മ വന്നാ? ഇന്ന് കച്ചവടം വല്ലതും നടന്നോ? എടാ, എന്തൊക്കെ സാധനങ്ങൾ വിറ്റുവന്ന്? എന്തു പറ്റി? നീ എന്താ ചുമക്കുന്ന? വായു മണ്ടേക്കറിയത് ഗിരിയേട്ടാ, പെട്ടുപോയി. വായു കണ്ണി കണ്ടത് മുഴുവൻ എടുത്തങ്ങ് വിഴുങ്ങിക്കോണം. എന്നിട്ട് വായു കോപെന്നും പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ അണ്ടിപ്പരിപ്പ് വിഴുങ്ങിയത് ഇങ്ങനെ കണ്ടോ? ഗിരിയേട്ടാ, ഗിരിയേട്ടാ. അല്ല, ഇതാര്? ജിമ്മനുണ്ണിയോ? എന്താ സോമേട്ടാ, നിങ്ങൾ എന്നെ കളിയാക്കിയതാ? അയ്യോ, നമ്മുടെ നാട്ടിലെ ഒരേ ഒരു ജിമ്മനുണ്ണി ഞാൻ കളിയാക്കോ?
കേട്ടില്ല ഗിരിയേട്ട സോമേട്ടൻ എന്നെ കളിയാക്കുന്നത്? എടാ അവൻ പറയുന്നതിലും കാര്യമുണ്ട്. നീ ഈ കസർത്തും അഭ്യാസവും കാണിക്കുന്നതല്ല, നിന്റെ മസിലൊന്നും ഉരുളുന്നില്ലല്ലോ. അതല്ലേ അവൻ നിന്നെ കളിയാക്കുന്നത്. ആ അത് തന്നെ. നിങ്ങൾ നോക്കിക്കോ, പ്രോട്ടീൻ പൗഡർ കഴിച്ച് കഴിച്ച് ഞാൻ ശരിക്കും മസിൽമാനാവും. എന്റെ ഗിരിയേട്ടനെ കുറച്ച് പ്രോട്ടീൻ പൗഡർ തീർന്നു കിട്ടും. അല്ലാതെ ഈ ബോഡിയിൽ ജിം ബോഡി ആവുന്ന കണ്ടിട്ടേ കണ്ണടയ്ക്കാൻ പറ്റും തോന്നുന്നില്ല. സോമേട്ടാ, ഗിരിയേട്ടാ എന്റെ പ്രോട്ടീൻ പൗഡർ വന്നോ? നിന്റെ പ്രോട്ടീൻ പൗഡറൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാ വേഗം നിങ്ങൾ എടുത്തോ, ഇല്ലെങ്കിലുണ്ടല്ലോ ഈ സോമോന്റെ വർത്താനം കേട്ട് ഞാൻ അരുതാത്ത എന്തെങ്കിലും ചെയ്യും. കൊച്ചർക്ക, നിനക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാ? എന്താ ധൈര്യം ഇല്ലാത്തത്? എന്റെ ധൈര്യം കാണണോ? ധൈര്യം കാണണോ? അല്ല, അത് ആരാ വരുന്നത്? പട്ടാള ശശിയേട്ടനല്ലേ?